നമസ്കാരം. PS ട്രിക്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 13/1/2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2025 ജനുവരിയിൽ രാജിവെച്ച കേരളത്തിലെ സ്വതന്ത്ര MLA ആരാണ്? അത് PV അൻവർ. ആരാണ്? PV അൻവർ ആണല്ലേ. 2025 ജനുവരിയിൽ രാജിവെച്ച കേരളത്തിലെ സ്വതന്ത്ര MLA ആരെ ചോദിച്ചാൽ പറയണം PV അൻവർ ആണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ഓർത്ത് വെച്ചോ. 2025 റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥിയാണ് ആര്? പ്രഭാവോ സുബിയാന്തോ. ആരാണ്? പ്രഭാവോ സുബിയാന്തോ. അപ്പം ഈ പ്രഭാവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ്. ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ്? ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ് ആര്? പ്രഭാവോ സുബിയാന്തോ. PS ചോദിക്കട്ടോ. 2025 റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി ആരും ചോദിച്ചാൽ പറയണം അത് പ്രഭാവോ സുബിയാന്തോ. ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ് ആര്? പ്രഭാവോ സുബിയാന്തോ അല്ലേ. ഇനി ISROയുടെ GSLV Mk3യുടെ പുതിയ പ്രൊജക്ട് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? അത് വിക്ടർ ജോസഫ് ടി. ആരാണ്? വിക്ടർ ജോസഫ് ടി. എന്താണ് ക്വസ്റ്റ്യൻ? ISROയുടെ GSLV Mk3യുടെ പുതിയ പ്രൊജക്ട് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? അത് വിക്ടർ ജോസഫ് ടി ആണ്. ആരാണ്? വിക്ടർ ജോസഫ് ടി അല്ലേ. ഇനി NCC കേരള ആൻഡ് ലക്ഷദ്വീപ് റീജിയൻ്റെ അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? അത് മേജർ ജനറൽ രമേശ് ഷൺമുഖം. ആരാണ്? മേജർ ജനറൽ രമേശ് ഷൺമുഖമാണ്. ഓക്കെ അല്ലേ. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. 2025 ജനുവരിയിൽ രാജിവെച്ച കേരളത്തിലെ സ്വതന്ത്ര MLA ആണ് PV അൻവർ അല്ലേ. ഇനി 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയാണ് ആര്? ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രഭാവോ സുബിയാന്തോ. ഇനി ISROയുടെ GSLV Mk3യുടെ പുതിയ പ്രൊജക്ട് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? അത് വിക്ടർ ജോസഫ് ടി. ആരാണ്? വിക്ടർ ജോസഫ് ടി അല്ലേ. NCC കേരള ആൻഡ് ലക്ഷദ്വീപ് റീജിയൻ്റെ അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതനായിരിക്കുന്നത് മേജർ ജനറൽ രമേശ് ഷൺമുഖം. ഇനി അമേരിക്കൻ മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് 2025 മികച്ച ജാവലിൻ ത്രോ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയായിരിക്കും? അത് നീരജ് ചോപ്ര അല്ലേ. നീരജ് ചോപ്ര. അമേരിക്കൻ മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് 2024 മികച്ച ജാവലിൻ ത്രോ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നീരജ് ചോപ്ര. ആരാണ്? നീരജ് ചോപ്ര. ഇനി BCCIയുടെ പുതിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അത് ദേവജിത്ത് സൈക്കിയ. ആരെയാണ്? ദേവജിത്ത് സൈക്കിയ അല്ലേ. BCCIയുടെ പുതിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദേവജിത്ത് സൈക്കിയ. ഇനി ബംഗ്ലാദേശിലെ ഇന്ത്യൻ സ്ഥാനപതി ആരാണ്? അത് പ്രണയ് വർമ്മ. ഓക്കെ അല്ലേ. പ്രണയ് വർമ്മ. എന്താണ്? ബംഗ്ലാദേശിലെ ഇന്ത്യൻ സ്ഥാനപതി പ്രണയ് വർമ്മയാണ് അല്ലേ. ഇനി 74ാം നാഷണൽ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം വിജയ കിരീടം ചൂടിയത് തമിഴ്നാടാണ്. ആരാണ്? തമിഴ്നാട്. വനിതാ വിഭാഗം വിജയി ആരാണ്? അത് റെയിൽവേ ആണ്. ആരാണ്? റെയിൽവേസ്. 74ാം നാഷണൽ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം വിജയ കിരീടം ചൂടിയത് തമിഴ്നാട്. വനിതാ വിഭാഗം വിജയി ആരാണ്? അത് റെയിൽവേസ്. ഇനി പെൺകുട്ടികളുടെ ലിസ്റ്റ് ക്രിക്കറ്റിൽ റെക്കോർഡ് സ്കോർ നേടിയ താരമാണ് ആര്? ഇറ ജാദവ്. ആരാണ്? പെൺകുട്ടികളുടെ ലിസ്റ്റ് ക്രിക്കറ്റ് റെക്കോർഡ് സ്കോർ നേടിയ താരമാണ് ഇറ ജാദവ്. ഇനി ദേശീയ സീനിയർ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിലെ വനിതാ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് കേരളമാണ്. ആരാണ്? കേരളം. ദേശീയ സീനിയർ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിലെ വനിതാ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്? അത് കേരളം അല്ലേ. ഇനി 2025 ജനുവരിയിൽ ലെബനൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അത് ജോസഫ് ആവൂൻ. ആരാണ്? ജോസഫ് ആവൂൻ. 2025 ജനുവരിയിൽ ലെബനൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോസഫ് ആവൂൻ. നെക്സ്റ്റ് ആണ്, ചൊവ്വയുടെ വിപുലമായ പര്യവേഷണത്തിന് വേണ്ടി ഇൻജെനിറ്റി ഹെലികോപ്റ്ററിൻ്റെ പിൻഗാമിയായി നാസ അവതരിപ്പിച്ച വാഹനമാണ് ആര്? മാർസ് ചോപ്പർ. മാർസ് ചോപ്പർ. ഓർക്കണേ, ചൊവ്വയുടെ വിപുലമായ പര്യവേഷണത്തിന് വേണ്ടി ഇൻജെനിറ്റി ഹെലികോപ്റ്ററിൻ്റെ പിൻഗാമിയായി നാസ അവതരിപ്പിച്ച വാഹനമാണ് മാർസ് ചോപ്പർ. നെക്സ്റ്റ്, തലയോലപ്പറമ്പിലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. ആരാണ്? PN ഗോപികൃഷ്ണൻ. എന്താണ് ക്വസ്റ്റ്യൻ? തലയോലപ്പറമ്പിലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത്
PN ഗോപികൃഷ്ണൻ. ഇനി അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന സമാഹാരത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. കവിത മാംസഭോജിയാണ് ആരുടേതാണ്? PN ഗോപികൃഷ്ണൻ. ഇനി 16ാമത് ബഷീർ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് E സന്തോഷ് കുമാർ. പുസ്തകം നാരകങ്ങളുടെ ഉപമയായിരുന്നു കേട്ടോ. എന്താണ് 16ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് E സന്തോഷ് കുമാർ അല്ലേ. 17ാമത് ബഷീർ പുരസ്കാരം PN ഗോപികൃഷ്ണൻ, കവിത മാംസഭോജിയാണ് എന്ന സമാഹാരത്തിന്. ഇനി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് എന്താണ് ഡീപ്പ് ഫേക്ക് വീഡിയോകളും ഓഡിയോകളും കണ്ടെത്തുന്നതിനായി സൈബർ സെക്യൂരിറ്റി കമ്പനിയായ മക്കഫി പുറത്തിറക്കിയ സോഫ്റ്റ്വെയർ ആണ് ഇത് ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ. ഏതാണ്? ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഡീപ്പ് ഫേക്ക് വീഡിയോകളും ഓഡിയോകളും കണ്ടെത്തുന്നതിനായി സൈബർ സെക്യൂരിറ്റി കമ്പനിയായ മക്കഫി പുറത്തിറക്കിയ സോഫ്റ്റ്വെയർ ആണ് ഇത് ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ. ഇനി പൊതുമേഖലാ ബാങ്കുകൾ ലേലത്തിന് വയ്ക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഈ ലേലത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച നവീകരിച്ച പോർട്ടലാണ് ഇത് ബാങ്ക്നെറ്റ്. ബാങ്ക്നെറ്റ്. പൊതുമേഖലാ ബാങ്കുകൾ ലേലത്തിന് വയ്ക്കുന്ന എല്ലാ വസ്തുവകകളുടെയും ഈ ലേലത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച നവീകരിച്ച പോർട്ടലാണ് ഏത്? ബാങ്ക്നെറ്റ്. ഓക്കെ അല്ലേ. ഇനി അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി 2025 ജനുവരിയിൽ നിയമിതനായത് ആരാണ്? ബഹദൂർ സിംഗ് സാഗു. ആരാണ്? ബഹദൂർ സിംഗ് സാഗു. അതാണ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ, അതായത് AFIയുടെ പ്രസിഡൻ്റായി 2025 ജനുവരിയിൽ നിയമിതനായത് ബഹദൂർ സിംഗ് സാഗു. 2025 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചലച്ചിത്ര നിർമ്മാതാവും കവിയുമായ വ്യക്തിയാണ് ആര്? പ്രതീഷ് നന്ദി. ആരാണ്? പ്രതീഷ് നന്ദി. എന്താണ് നന്ദി. ഓക്കെ അല്ലേ. 2025 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചലച്ചിത്ര നിർമ്മാതാവും കവിയുമായ വ്യക്തിയാണ് പ്രതീഷ് നന്ദി. എങ്കിൽ 74ാമത് സീനിയർ ദേശീയ ബാസ്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. 74ാമത് സീനിയർ ദേശീയ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് അല്ലേ. ഇനി ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ 9 അംഗ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായ മലയാളി കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ആരാണ്? അഞ്ജു ബോബി ജോർജ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ 9 അംഗ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായ മലയാളി കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ഇനി 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് ആരാണ്? കേരളം. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് കേരളമാണ്. 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യ. ആരാണ്? ഇന്ത്യ. 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യ അല്ലേ. 2025 കരസേന ദിന പരേഡ് വേദി പൂനെ. എന്താണ്? 2025 കരസേന ദിന പരേഡ് വേദി പൂനെ അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3. എത്രയാണ്? 3. ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3. ഓക്കെ അല്ലേ. 2025 കരസേന ദിന പരേഡ് വേദി പൂനെ ആണെങ്കിൽ 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യ. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് കേരളം. ഇനിയോ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ 9 അംഗ കമ്മീഷൻ അധ്യക്ഷയായ മലയാളി കായിക താരം അഞ്ജു ബോബി ജോർജ്. 74ാമത് സീനിയർ ദേശീയ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. 2025 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചലച്ചിത്ര നിർമ്മാതാവും കവിയുമായ വ്യക്തിയാണ് പ്രതീഷ് നന്ദി. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി 2025 ജനുവരിയിൽ നിയമിതനായത് ബഹദൂർ സിംഗ് സാഗു. ഇനി പൊതുമേഖലാ ബാങ്കുകൾ ലേലത്തിന് വയ്ക്കുന്ന എല്ലാ വസ്തുവകകളും ഈ ലേലത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച നവീകരിച്ച പോർട്ടലാണ് ബാങ്ക്നെറ്റ്. ഓക്കെ അല്ലേ. ഇനി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഡീപ്പ് ഫേക്ക് വീഡിയോകളും ഓഡിയോകളും കണ്ടെത്തുന്നതിനായി സൈബർ സെക്യൂരിറ്റി കമ്പനിയായ മക്കഫി പുറത്തിറക്കിയ സോഫ്റ്റ്വെയർ ആണ് ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ. ഇനി നമ്മുടെ തലയോലപ്പറമ്പിലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന സമാഹാരത്താണ് പുരസ്കാരം. എങ്കിൽ 16ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് E സന്തോഷ് കുമാർ. പുസ്തകം നാരകങ്ങളുടെ ഉപമ. ഓക്കെ അല്ലേ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്. ഇനി അടുത്ത വീഡിയോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. സീ യു.